എ ഷോർട്ട് അറ്റ് ഹിസ്റ്ററി ആരുടെ പുസ്തകമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിനവ് ബിന്ദ്രയുടെയാണ്. ഇങ്ങനെ ഓർത്താൽ മതി, ഷൂട്ടിങ്ങിൽ അദ്ദേഹം ഒറ്റ ഷോട്ടിലൂടെയാണ് 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് സ്വർണ്ണ മെഡൽ നേടിയത്. അപ്പൊ ആ മെഡൽ നേടിയ ഷോട്ടിനെ കുറിച്ചിട്ടാണ്. ആ ഷോട്ട് ഹിസ്റ്ററി ആയി മാറിയല്ലേ, അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യണം. എ ഷോർട്ട് അറ്റ് ഹിസ്റ്ററി, അഭിനവ് ബിന്ദ്ര ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒളിമ്പിക്സിൽ ആദ്യത്തെ ഗോൾഡ് നേടിയ മനുഷ്യൻ 2008 ബീജിംഗ് ഒളിമ്പിക്സ് ആയിരുന്നു. എങ്കിൽ ദ റൈസ് ഓഫ് മൈ ലൈഫ് ആരുടെ പുസ്തകമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മിൽഖാ സിംഗിന്റെ ആണ്. മിൽഖാ സിംഗിന്റെ നിക് നെയിം എന്താ? ഫ്ലൈയിങ് സിഖ്, പറക്കും സിഖ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ പറക്കും സിഖിന്റെ ലൈഫിലെ റേസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ റേസിൽ അദ്ദേഹം പറക്കും എന്ന് ഓർത്താൽ മതി. അത് മിൽഖാ സിംഗിന്റെ പുസ്തകമാണ്. നിങ്ങൾക്ക് ബാഗ് മിൽഖാ ബാഗ് സിനിമ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അറിയാം. അദ്ദേഹം പരിക്കേറ്റ കാല് വെച്ചിട്ടാണ് ആദ്യത്തെ നാഷണൽ റെക്കോർഡൊക്കെ ഇടുന്നത്. അവിടെ നിന്ന് അദ്ദേഹം വന്നിട്ട് കോമൺവെൽത്തിൽ പോയി 1958 ഗോൾഡ് മെഡൽ നേടുന്നുണ്ട്. 1960 തോന്നുന്നു റോം ഒളിമ്പിക്സിൽ അദ്ദേഹം ഓട്ടത്തിനിടെ തിരിഞ്ഞു നോക്കി, അങ്ങനെ ആ റേസിൽ 4ാമതേക്ക് പുറന്തള്ളുന്നു. അങ്ങനെയും ഓർത്താൽ മതി. അദ്ദേഹം തിരിഞ്ഞു നോക്കിയ റേസ് വെച്ചിട്ട് അദ്ദേഹം ഓട്ടം വെച്ചിട്ട് എഴുതി ദ റൈസ് ഓഫ് മൈ ലൈഫ്, ഞാൻ തിരിഞ്ഞു നോക്കിയ റേസ് എന്റെ ലൈഫിൽ. അങ്ങനെയും കണക്ട് ചെയ്തോളൂ, മിൽഖാ സിംഗ് ആണ്. എങ്കിൽ അൺബ്രേക്കബിൾ ആരുടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേരി കോം. ഇങ്ങനെ കണക്ട് ചെയ്യണം. അൺബ്രേക്കബിൾ മേരി, അൺബ്രേക്കബിൾ മേരി. ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ബോക്സിംഗിൽ മെഡൽ നേടിയ ആദ്യത്തെ വനിതയാണ് ഈ മേരി. അതാണ് അൺബ്രേക്കബിൾ മേരി. അതാണ് മേരി കോമിന്റെ പുസ്തകമാണ് അൺബ്രേക്കബിൾ. എങ്കിൽ സ്റ്റാർ ഗേസിംഗ് ദ പ്ലേയേഴ്സ് ഇൻ മൈ ലൈഫ് ആരുടെ പുസ്തകമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രവി ശാസ്ത്രി. അദ്ദേഹം ശാസ്ത്രീയമായിട്ട് അദ്ദേഹത്തിന്റെ ലൈഫിലേക്ക് വന്ന പ്ലേയേഴ്സിനെ കുറിച്ചിട്ട് വിവരിക്കുകയാണ് എന്ന് ഓർത്താൽ മതി. ഇന്ത്യയുടെ വളരെ ലെജൻഡ് ആയിട്ടൊരു ഓൾറൗണ്ടർ ആയിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ 6 ബോളിൽ 6 സിക്സ് നേടിയ ആദ്യത്തെ വ്യക്തിയായിരുന്നു. ഇത് അപ്പോഴത്തെ ഒരു വേൾഡ് റെക്കോർഡും കൂടെ ആയിരുന്നു. പിന്നീടാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഹർഷൽ ഗിബ്സ്, യുവരാജ് സിംഗ് ഒക്കെ വന്നിട്ട് 6 ബോളിൽ 6 സിക്സ് ഒക്കെ അടിക്കുന്നത്. എങ്കിൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ആദ്യമായിട്ട് 6 ബോളിൽ 6 സിക്സ് നേടുന്നത് രവി ശാസ്ത്രി ആയിരുന്നു. 2020 കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ കോച്ചായിരുന്നു. വളരെ ഫേമസ് ആയിട്ടുള്ള കമന്റേറ്ററും കൂടെയാണ്. അപ്പൊ ആ വ്യക്തിയാണ് രവി ശാസ്ത്രി. അപ്പൊ അദ്ദേഹം ശാസ്ത്രീയമായിട്ട് പറയാണ് സ്റ്റാർ ഗേസിംഗ് ദ പ്ലേയേഴ്സ് ഇൻ മൈ ലൈഫ്. അദ്ദേഹത്തിന്റെ ലൈഫിലേക്ക് വന്ന പ്ലേയേഴ്സിനെ കുറിച്ച് ശാസ്ത്രീയമായി രവി ശാസ്ത്രി പറഞ്ഞു എന്ന് ഓർത്താൽ മതി. എങ്കിൽ ബിലീവ് സുരേഷ് റെയ്നയാണ്. സുരേഷ് റെയ്നയുടെ വിളിപ്പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്നത്തലയാണ്. ചെന്നൈ ടീമാണ് വിളിക്കുന്നത്. അപ്പൊ ചെന്നൈയിലെ തലയാര് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, തല ധോണിയാണ്. അപ്പൊ ചിന്നത്തല സുരേഷ് റെയ്ന. അപ്പൊ ഈ രീതിയിലാണ് ഞാൻ കണക്ട് ചെയ്തേക്കുന്നത്. ചിന്നത്തലയെ ബിലീവ് ചെയ്യൂ, ചിന്നത്തലയെ വിശ്വസിക്കൂ. യെസ്, ബിലീവ് ചിന്നത്തലയാണ്. സുരേഷ് റെയ്നയുടെ പുസ്തകമാണ്. സുരേഷ് റെയ്നയാണ് ചിന്നത്തല എന്നറിയപ്പെടുന്നത്.